സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് നോമ്പുകാല ചിന്തകളായി ധ്യാനിക്കുവാൻ തിരഞ്ഞെടുത്ത തിരുവചനം അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 2 വാക്യം 16. ക്രൂശിന്മേൽ വച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട എഫേസ്യർ 2:16 ക്രൂശിൻ്റെ രഹസ്യമാണ്, അഥവാ ക്രൂശിൻ്റെ മർമ്മമാണ് നാം കാണുന്നത്. എന്താണ് ക്രൂശിൻ്റെ രഹസ്യം അഥവാ ക്രൂശിൻ്റെ മർമ്മം? കുരിശ് 2 തടികളാൽ ബന്ധിക്കപ്പെട്ട ഒരു കൊലമരമാണ്. ഇത് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് പാശ്ചാത്യ ദേശങ്ങളിൽ കൊലക്കയറായി അഥവാ കൊലമരമായി ഉപയോഗിച്ചു പോന്നിരുന്ന ഒന്നാണ്. ഭയങ്കരമായ പാപങ്ങൾ ചെയ്തവരെ കൊല്ലുവാൻ ഉപയോഗിച്ചിരുന്ന തൂക്കമരം എന്ന് പറയാം. ഈ തൂക്കുമരത്തെ അഥവാ ഈ കുരിശിനെ ദൈവം എങ്ങനെയാണ് മാനവരാശിയുടെ രക്ഷയ്ക്കായി ഉപയോഗപ്പെടുത്തിയത്? ഇത് ഒരു വലിയ മർമ്മമാണ്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അഥവാ അനുസരണക്കേട് കാട്ടിയപ്പോൾ ദൈവത്തിൻ്റെ മിത്രമായിരുന്ന അഥവാ ദൈവത്തിൻ്റെ സ്നേഹിതരായിരുന്ന മനുഷ്യർ ദൈവത്തിൻ്റെ ശത്രുക്കളായിത്തീർന്നു. ഇങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായിരുന്ന ആഴമായ ബന്ധം തകർന്നു. ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു ശത്രുത്വം അഥവാ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഒരു ശത്രുത്വം ഉളവായി. സത്യത്തിൽ ഈ ശത്രുത്വം ഉണ്ടാക്കുവാനായി നടുവിൽ നിന്ന് പ്രവർത്തിച്ചത് ശത്രുവായ പിശാചാണ്. എന്നാൽ ദൈവം തൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച മാനവജാതിയെ നശിപ്പിക്കുവാൻ, ദൈവത്തിൽ നിന്നും അകറ്റുവാൻ ഒരു ശത്രു അഥവാ പിശാച് പ്രവർത്തിച്ചു എന്ന കാരണത്താൽ ദൈവത്തിന് മനുഷ്യരോടുള്ള ആഴമായ ബന്ധം അഥവാ ആ ദൈവമക്കൾ എന്നുള്ള പദവി അത് എടുത്തു കളയുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ദൈവം മാനവരാശിക്കായി ഒരുക്കിയ അനുഗ്രഹ പദ്ധതിയാണ് ക്രൂശിലൂടെ അവരെ രക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെ സ്വർഗത്തിലെ ദൈവം അവിടുത്തെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു.
അവിടുന്ന് വന്ന് ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്ന നമ്മെ ദൈവത്തോട് നിരപ്പാക്കി തീർത്തു എന്നാണ് ഈ വചനം പറയുന്നത്. ക്രൂശന്മേൽ വച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും അഥവാ ദൈവത്തെയും മനുഷ്യനെയും ഏക ശരീരത്തിൽ അഥവാ ക്രിസ്തുവിൻ്റെ ശരീരയാഗത്തിൽ ദൈവത്തോട് നിരപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതാണ് ക്രൂശിൻ്റെ രഹസ്യം. എല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. ആമേൻ, ആമേൻ.